അതുകൊണ്ട് പള്ളി കണ്ടില്ല, നിസ്കാരം കളായിപ്പോയി, ഇല്ല. അതിന് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ചാൻസും ഇല്ല, അതിനൊരു പരിഹാരവും ഇല്ല. യാത്രയിലായിപ്പോയി, ട്രെയിനിലായിപ്പോയി, നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഇല്ല, പറയാൻ മാർഗവേ ഇല്ല. ട്രെയിനിൽ നല്ലപോലെ നിസ്കരിക്കാം, നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. എങ്ങും ഇനി നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തു നിസ്കരിക്കേണ്ട, നിങ്ങൾ പോകുന്ന യാത്ര ചെയ്യുന്ന അതേ ജിഹത്തിൽ തന്നെ ഇരുന്ന് നിസ്കരിച്ചോ. എന്നിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് പള്ളി കാണുമ്പോൾ നിങ്ങൾ അത് ഒന്നും കൂടെ നിസ്കരിച്ചോ, ഖളാഉല. ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നിസ്കരിക്കേണ്ടി വരില്ല. എവിടെ സുജൂദ് ചെയ്യാൻ പറ്റൂലല്ലോ, റുക്കൂ ചെയ്യാൻ പറ്റൂലല്ലോ, ഒളു എടുക്കാൻ പറ്റൂലല്ലോ. അതിന് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നീ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ ദർബാറിലേക്കാണ് നീ തിരിയുന്നത്. അതുകൊണ്ട് നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമസ്കാരത്തിൻ്റെ സമയമെത്തി ഇറങ്ങാൻ കഴിയുന്നില്ല, ഖളാ ആയി പോകുമെന്ന് കണ്ടാൽ നീ അങ്ങനെ തന്നെ അതേ സീറ്റിലിരുന്ന് നീ ഏത് ജിഹത്തിലേക്ക്, ദിക്കിലേക്ക് പോകുന്നു അതേ അവസ്ഥയിൽ നമസ്കരിച്ചോ. ഒളുവിന്റെ പോലും ആവശ്യമില്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ആവശ്യമില്ല, ഒളു എടുക്കാൻ പറ്റൂലല്ലോ. ശേഷം നീ ഇറങ്ങിയ ഉടനെ ഒന്നുകൂടി ഇത് നീ നിസ്കരിക്കണം, ഇത്രയേ ഉള്ളൂ. അത് ഖളാഉല, അതായിട്ട് തന്നെ ആയിരിക്കും. അത് ആശുപത്രിയുടെ കിടക്കയിൽ കിടക്കുകയാണ്, നിസ്കരിക്കണം. അബോധാവസ്ഥയിലായാലല്ലാതെ ഒരാൾ കണ്ണു തുറന്ന് ബോധമുണ്ട് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചെങ്കിലും അവൻ അള്ളാഹുവിനെ വഴിപ്പെടണം, കീഴ്പ്പെടണം. തീർച്ചയായും അവന് നമസ്കാരത്തിൽ നിന്ന് ഒരു എക്സ്ക്യൂസുമില്ല. ഒരുത്തൻ്റെ ബോധം നഷ്ടപ്പെട്ടാൽ മാത്രമാണ് അവന് എക്സ്ക്യൂസ് ഉള്ളത്, അവനെ നമസ്കരിക്കണ്ട. ഇല്ലാത്ത പക്ഷം അവൻ നമസ്കരിച്ചേ മതിയാവും. മൂത്രവാർച്ചയുണ്ട്, നോ പ്രോബ്ലം. വായുവിന്റെ അസുഖമുണ്ട്, നോ പ്രോബ്ലം. ആ സമയത്ത് നിങ്ങൾ ഒളുവെടുത്ത് അന്നേരം നിസ്കരിക്കുക, അല്ലെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുക. അതുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് ഒഴിവാകാൻ ഒരു മാർഗവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിന് നൽകിയ അർത്ഥം എന്താണ്? അയ്യുമാ റജുലിൻ അദ്റകതുഹു സ്വലാ ഫൽയുസല്ലി. ആർക്കെങ്കിലും നമസ്കാരത്തിന്റെ സമയമായാൽ അവൻ നമസ്കരിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് മസ്ജിദാക്കി അല്ലാഹു തആല ഈ ഭൂമി എനിക്ക് വിധാനിച്ചു തന്നു. മസ്ജിദാണ്. ഇപ്പൊ ശുദ്ധിയുള്ള ഭൂമിയിൽ, വൃത്തിയുള്ള ഭൂമിയിൽ നമ്മളൊരു തുണി വിരിച്ച് നിസ്കരിക്കണം. അതിനാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മുസല്ല കയ്യിൽ കരുതണമെന്ന് പറയുന്നത്. ഒരു മുസല്ല യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വേണം പോകാൻ. ഭക്ഷണവും കൊണ്ടുപോകണം, മുസല്ല കൊണ്ടുപോകണം, വെള്ളം കൊണ്ടുപോകണം. വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ. ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഭക്ഷണമാണ് സാദ്. ഏറ്റവും നല്ല സാദ്, ഏറ്റവും നല്ല ഭക്ഷണം അത്തഖ്വ, അല്ലാഹയെ ഭയപ്പെടലാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്. ആ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിന് അടയാളമാണ് നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ അവൻ നമസ്കരിക്കും, അതെവിടെയായാലും ശരി. അതിനാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ഞങ്ങൾ കുറെ കുബ്ബ ഉണ്ടാക്കി വെച്ച്, കുറെ മിനാര ഉണ്ടാക്കി വെച്ച്, കുറെ തേക്കും കട്ടയിൽ മൊത്തം പൊതിഞ്ഞൊക്കെ വെച്ച് വലിയ മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ് കൊട്ടിക്കോശിക്കലാണ് നമ്മൾ മസ്ജിദ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങൾ മസ്ജിദാക്കി മനസ്സിലാക്കിയിട്ടുള്ളത്. നമസ്കരിക്കുന്ന സ്ഥലം, അത് പള്ളിയാകട്ടെ, അത് റോഡാകട്ടെ, അത് മുറ്റമാകട്ടെ, അത് വീടിന്റെ ഉള്ളിലാകട്ടെ, നീ സുജൂദ് ചെയ്യുന്ന സ്ഥലം അത് പവിത്രമാണ്, പവിത്രമേറിയതാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ في بقاع من بقاع الأرض إلا شهدت له يوم القيامة ويبكي أي وتبكي يوم يموت أو كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും അല്ലാഹുവിന്റെ ഒരു ദാസൻ ഭൂമിയുടെ മുകളിൽ അവൻ നമസ്കരിച്ചാൽ, ഫീ ബുഖാത്തിൻ മിൻ ബുഖാഇൽ അർള്, ഭൂലോകത്തിൽ ഭൂമിയുടെ മുകളിൽ
അത് എവിടെയാകട്ടെ, ഏത് ഭാഗത്താകട്ടെ, ആ ഭൂമിയുടെ ഉപരിതലത്തിൽ അവൻ തന്റെ നെറ്റിത്തടം സമർപ്പിച്ചാൽ ഇല്ലാ ഷഹിദത്ത് ലഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ സുജൂദ് ചെയ്യപ്പെട്ട സ്ഥലം അല്ലാഹുവിന്റെ ദർബാറിൽ അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുമത്രേ. സുജൂദ് ചെയ്ത സ്ഥലം നമ്മൾ എവിടെയൊക്കെ പോയി നിസ്കരിച്ചിട്ടുണ്ടോ. അതുകൊണ്ടാണ് യാത്ര ചെയ്യുമ്പം ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ കയറിയാൽ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയടാ വണ്ടി ഒന്ന് നിർത്തണടാ, പള്ളി കണ്ട വണ്ടി നിർത്തണടാ. എന്തിനാ വാപ്പ? ഒന്ന് മൂത്രമൊഴിക്കാനാന്ന് പറയും. നമ്മൾ എറണാകുളത്തോട്ട് യാത്ര തിരിച്ചോ, നമ്മൾ ആദ്യം പറയും വണ്ടി ഒഴുകണ്ട, പള്ളി ഒന്ന് നിർത്തണം, കണ്ടു നിർത്തണം പറയുമ്പോൾ ശരി എന്താ അപ്പം നിസ്കാര സമയമല്ലോ 9:00 ഇല്ലടാ മൂത്രമൊഴിക്കാനെന്ന് പറയും. അപ്പം മൂത്രമൊഴിക്കാനുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ പള്ളിയെ കണ്ടിട്ടുള്ളത്, അല്ലേ? സാധാരണ അങ്ങനെയല്ലേ പറയാറുള്ളത്, അല്ലേ? അല്ലേ അബി അല്ലേ? എന്താ ഒരു സംശയം? ഞാനും അങ്ങനെ പറയുന്നത്, നമ്മളെല്ലാവരും അങ്ങനെ പറയുന്നത്. സംഭവം എന്താ? മൂത്രപ്പുരയുണ്ട് പള്ളിയിൽ, അവിടെ നീയത്ത് പള്ളിക്കകത്ത് കയറി മൂത്രം ഒഴിക്കണമെന്നല്ല, മൂത്രപ്പുരയുണ്ട് പള്ളിയിലൊക്കെ, മൂത്രപ്പുരയും കക്കൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്, അങ്ങനെ സൗകര്യമുണ്ട്. മൂത്രം ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഒളു എടുക്കണം. ഒളു എടുത്ത് 2 റക്അത്ത് സലാത്തു തഹിയ്യത്ത്, സലാത്തുൽ ഉളു എന്നൊക്കെ അതിന് പറയും. 2 റക്അത്ത് ആ പള്ളിയിൽ നിങ്ങൾ നിസ്കരിച്ചോളി. നാളെ ഖിയാമത്ത് നാളിൽ ഈ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും. അല്ലാഹുവേ, ഇന്ന സഹോദരൻ നിന്റെ ദാസനല്ലാ, എൻ്റെ മുന്നിൽ വെച്ച് നെറ്റിത്തടം സമർപ്പിച്ചവനാണ് നാദാ. നാളെ പറയും, അല്ലാഹുവിൻ്റെ കോടതിയിൽ സാക്ഷ്യം വഹിക്കും. മാത്രമല്ല, തീർന്നില്ല. വതബികി അലൈഹി യൗമ യമൂത്ത്, അവൻ മരിക്കുന്ന ദിവസത്തിൽ ആ മണ്ണ് അവന് വേണ്ടി കരയുമെന്നും ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി, അവന് വേണ്ടി കരയുന്നു ഈ മണ്ണ്. ഓ, മനസ്സിലായോ? എത്ര പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ അത്രയും പള്ളി ഇവ മരിക്കുന്ന ദിവസം ഇവന് വേണ്ടി കരയും. വീട്ടിൽ കരയാൻ ഒരു ഭാര്യയെ കാണുള്ളൂ, 2 മക്കളെ കാണുള്ളൂ. അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ കണ്ണുനീരെല്ലാം വറ്റിക്കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കരച്ചിലൊക്കെ തരും. പിന്നെ മയ്യത്തെടുക്കുന്ന സമയത്ത് ഒരു കരച്ചിൽ കാണും, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം തീർന്ന് സ്റ്റോപ്പ്. പിന്നെ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചാൽ മാത്രം ഒരു വിങ്ങലേ ഉള്ളൂ, വേറൊന്നുമില്ല. ചെറിയൊരു വൈബ്രേഷൻ ഇത്രയും ഉണ്ടാവുള്ളൂ. എന്നാലോ നീ സുജൂദ് ചെയ്ത സ്ഥലം മസ്ജിദ്, എവിടെയൊക്കെ നീ സുജൂദ് ചെയ്തിട്ടുണ്ടോ ആ സ്ഥലം നിനക്ക് വേണ്ടി കരുന്ന എത്ര ദിവസമാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ മാത യബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ വമസ്അദു അമലിഹി മിനസ് സമാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദാസൻ മരണപ്പെട്ടാൽ അദ്ദേഹം ഏത് പള്ളിയിൽ ഏത് ഭൂമിയുടെ മുകളിൽ നമസ്കരിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം അവന് വേണ്ടി 40 ദിവസം കരയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 40 ദിവസം. യബ്കി അലൈഹി മുസല്ലാഹു 40 യൗമാ, അവൻ നമസ്കരിച്ച മുസല്ല 40 ദിവസം അവന് വേണ്ടി കരയും. നമ്മുടെ പെണ്ണുമ്പിള്ള കരയോ? 40 ദിവസം കരയുന്ന ഏത് ഭാര്യയുള്ളേ? പണ്ടൊക്കെ പിന്നെയും കരയാണ്. അതിനാണ് ഈ ആളിലൊക്കെ പെണ്ണുങ്ങളൊക്കെ യുദ്ധമായിരിക്കുന്ന ഈ ഭർത്താവിനോടുള്ള ഒരു വിരഹത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഭർത്താവായിട്ടൊരു മുനാജാത്ത് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം പിന്നെ യുദ്ധമായിരിക്കാൻ പോകുന്നത് വാട്സപ്പ് ഓണാക്കിക്കൊണ്ടാണ്. ഒറിജിനൽ ഭർത്താവ് പോയി ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവ് വാട്സപ്പിലുണ്ട്. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ സൗകര്യം, യുദ്ധമാകുമ്പോൾ ആരും ഒന്ന് നോക്കാനാ? എവിടെ യുദ്ധമായിരിക്കുന്ന ആർക്ക് വിഷമം? ആർക്ക് വിഷമമുണ്ട്? യുദ്ധമായിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതിനായി വാട്സപ്പ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരുത്തൻ പോയി ഇനി അടുത്തവനെ വളച്ചുകൊണ്ട് വരണ്ടായോ? 40 ദിവസം ഇറങ്ങുന്നതിന് മുമ്പ് അടുത്ത ആളിനെ അവിടെ ഹാജരാക്കി വെക്കണം, കബൂലാക്കി നിർത്തണം. അതുകൊണ്ട് യുദ്ധമായിരിക്കുന്ന സമയത്ത് വാട്സപ്പ്, അല്ല പിന്നെ വേറെന്താ? കുറച്ച് നാൾ ആദ്യത്തെ ഒരു 10 ദിവസം ഈ കട പഴയ ഫോട്ടോയും പഴയ സംസാരങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. മറ്റേ അവിടെ നിന്നുണ്ട് ഹായ് അടിക്കുന്നത്. 11ാമത്തെ ദിവസം മുതൽ ഇവിടുന്ന് ഹായ് തുടങ്ങും. പിന്നെ ഇവക്ക് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ പെട്ടെന്ന് നിന്ന് എപ്പോഴും ഇറങ്ങാൻ പറ്റും. മസല വയ്ക്കും ഉസ്താദെ, നേരത്തെ ഇറങ്ങാൻ വല്ല മസല ഉണ്ടോ ഉസ്താദ്? ഇതിനകത്ത് നിന്ന് 4 മാസവും 10 ദിവസവുമാണ്. ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഇരിക്കണം, അങ്ങനെയാണ് നിയമം. അങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും? ആണോ? അത് 40 ആക്കി ചുരുക്കി ചില സ്ഥലത്ത്. അതെന്താ അതിൻ്റെ നിയമം എന്നറിയില്ല. ഇനി ഈ 40 ദിവസം മുസല്ല കറിയുന്നത് കൊണ്ടായിരിക്കും ഈ 40 ആക്കി ചുരുക്കിയെന്ന് എനിക്ക് തോന്നുന്നു.
40 ദിവസം മുസല്ല കരയുന്നുണ്ട്. അപ്പം മുസല്ല പോലെ 40 ദിവസമല്ലേ കരയുന്നുള്ളൂ, പിന്നെ എന്തിനാ നമ്മൾ 40 ദിവസത്തിൽ കൂടുതൽ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉസ്താദെ. അതുകൊണ്ട് നമുക്ക് 40 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയിക്കൂടെ? പഠിച്ചാൽ ഇന്നത്തൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കാറുണ്ടോ? 40 ദിവസം പോലും ഇരിക്കുന്നില്ല, 4 ദിവസം ഇരിക്കുന്ന കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അള്ളാഹുവെ പഠിച്ചവനെ, വലിയ കഷ്ടം തന്നെ ഇല്ലേ? അപ്പം നമുക്ക് ദുആ ഇറക്കണം, ആദ്യം അവൾ മരിക്കട്ടെ, പിന്നെ അനുസരിച്ച് നമുക്ക് മരിക്കാമെന്ന്. കാരണം പറഞ്ഞാൽ നമ്മൾ മരിച്ചത് 40 ദിവസം ഇരുന്നില്ലെങ്കിൽ അവൾക്ക് ഒരു ശിക്ഷയല്ലേ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പാവം പെണ്ണുങ്ങൾ ഒന്നാമത് ദേശത്തിലിരിക്കുക. ഈ മരിക്കുന്നത് കൂടുതൽ ആണുങ്ങളാണ്, പെണ്ണുങ്ങളൊന്നുമല്ല സംഭവം. കണക്കെടുത്ത് നോക്കി നിങ്ങൾ, കൂടുതലും അങ്ങനെ തന്നെയാണ് അല്ലേ? കൂടുതലും കണക്ക് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അള്ളാഹു താല നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസൊക്കെ തരട്ടെ. പക്ഷെ ആ നിയമം നമ്മൾ പാലിക്കണം സഹോദരിമാർ, നമ്മുടെ നിയമം നമ്മൾ പാലിക്കണം. തലാക്ക് ചൊല്ലിയാൽ ആ 3 ശുദ്ധിയുടെ കാലയളവ് ഇരിക്കണം. തലാക്ക് ചൊല്ലപ്പെട്ട ഒരു പെണ്ണ്, അവന് വേണ്ടി ഞാൻ ഇതായിരിക്കണം, അവൻ ഇതല്ല, അവന് ഞാൻ കുന്തം കിട്ടിയ ഒരു കുത്തിയാണെങ്കിൽ വെച്ച് കൊടുക്കാം, അവൻ ഇതായിരിക്കാം അവന് വേണ്ടിയിട്ട്. ഏത് പെണ്ണ ഇതായിരിക്കുന്നത്? നമ്മുടെ പള്ളികളിലൊക്കെ തലാക്ക് ചൊല്ലിയിട്ട് പോകുന്ന പെണ്ണുങ്ങൾ, ഈ പെണ്ണുങ്ങളെ ഉടനെ 2 ആഴ്ച കഴിഞ്ഞ് കല്യാണം ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് എന്ത് നിയമം ഇത്? മനസ്സിലാകുന്നില്ല ഈ നിയമം. ഇത് എവിടുത്തെ നിയമം ഇത്? ഇതാര് പഠിപ്പിച്ചെടുക്കുന്നത്? കമ്മിറ്റിക്കാരെ കുറച്ച് പുലൂസ് കിട്ടിയാൽ മതി. ഇത്ര കല്യാണം വേണം, ബൈ രാജാ ബൈ, ആട് മാഞ്ചി തേക്കിയം, അല്ലാ ഇങ്ങോട്ട് വൈ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് ഇസ്ലാമീശ്വരത്ത്? ഉടനെ കമ്മിറ്റിക്കാർ മസല, ഉസ്താദ് അവള് പഴിച്ചു പോലും, ഉസ്താദ് അത് നിനക്കെന്തോണം അവള് പഴിച്ചു പോയാല്? ഈ കമ്മിറ്റിക്കാർക്ക് എന്താ വലിയ വിഷമം പോലെ? നാട്ടിലുള്ള പെണ്ണുങ്ങന്മാർ പഴിച്ചു പോകാതിരിക്കാൻ ഇവരെന്തോണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോന്നാ? ഇവര് പറയുന്ന വാക്ക, നമ്മൾ ഈ പള്ളിയിൽ ഇരുന്ന അനുഭവം കൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ഈ പള്ളിക്കാരെല്ലാം പറയുന്നത്, അങ്ങനെ ധരിച്ചു പോരുത്. ഈ അള്ളാഹുവിൻ്റെ ഭവനം പറയുമ്പോൾ കമ്മിറ്റിയും പള്ളിയും ഒക്കെ ചർച്ച വരുമ്പം ഈ പള്ളിയാന്ന് വിചാരിക്കല്ലേ നിങ്ങൾ ഒരിക്കലും. അങ്ങനെ ചിലപ്പം ധരിക്കുന്ന അങ്ങനെയാണ്, ഈ പള്ളിയിലെ ആൾക്കാരായിരിക്കും. ഞാൻ 22 വർഷം 23 വർഷം മഹല്ലിൽ ഖത്തീബായിട്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്കെല്ലാം അറിയാം സംഭവം. ഓരോ മഹല്ലുകാരുടെ അവസ്ഥകളും കമ്മിറ്റിക്കാരുടെ അവസ്ഥകളും ഇതൊക്കെ നമുക്കറിയാം. അതത് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നതാണ് സംഭവം. അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത് പോലെ. അല്ല ഒരാളെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമേ ഇല്ല ഈ ലോകത്ത്. കാരണം ഞാൻ നല്ലവനല്ലല്ലോ, പിന്നെ ഞാൻ മറ്റാരെ കുറ്റം പറയാനാ? അങ്ങനെ നമുക്ക് കുറ്റം പറയാൻ അവകാശമില്ല. പൊതുവായിട്ടുള്ള അവസ്ഥകൾ പറയണം. അങ്ങനെ തെറ്റ് സംഭവിച്ചു പോകാൻ പാടില്ല. അത് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി പറയണം. ഇനിയെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ നമ്മുടെ ഭർത്താവിനെ വേർപിരിഞ്ഞു കഴിഞ്ഞു, തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞു. ആ തൊലാക്കിന്റെ പേരിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നീ 3 മാസക്കാലത്തോളം നീ മാറി നിൽക്കണം. കല്യാണ ആലോചന പാടയില്ല എന്നാണ്. ഗർഭിണിയായ പെണ്ണിനെയാണ് തൊലാക്ക് ചൊല്ലിയതെങ്കിൽ ആ ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കണം, അതുവരെ നോക്കി നിൽക്കണം. ഗർഭിണിയായ 1 മാസം കഴിഞ്ഞാണ് നിന്നെ തൊലാക്ക് ചൊല്ലിയതെങ്കിൽ 8 മാസം വരെ നീ കാത്തു നിൽക്കണം. നീ പ്രസവിച്ചു കഴിഞ്ഞാൽ പറ്റുള്ളൂ. ഈ 3 മാസമൊക്കെ നോക്കുന്ന ഇവർ പ്രസവിക്കുള്ളൂ, ഗർഭിണിയാണെന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ 3 മാസവും 3 ശുദ്ധി വരെയൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെട്ടതുപോലെ തന്നെയാണ് ഭർത്താവിനെ വേറെ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാണ് പെണ്ണെ, നീ അത് സ്വീകരിക്കണം. നീ അത് സ്വീകരിക്കാതെ ഇതിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് നീ ഒരു വിവാഹം കഴിക്കാൻ പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നീ കുറ്റക്കാരിയാണ്, യാതൊരു സംശയമില്ല. പള്ളിയുടെ കോടതിയിലും നാട്ടുകാരുടെ കോടതിയുടെ മുന്നിൽ നിനക്ക് പ്രശ്നമില്ല, പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ നീ കുറ്റക്കാരിയാകും. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരാൾ മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും, ഒരു ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒരു സത്യവിശ്വാസിയോ വിശ്വാസിനിയോ മരണപ്പെട്ടാൽ ആ മനുഷ്യന് വേണ്ടി, ആ ദാസന് വേണ്ടി അവൻ ചെയ്ത സ്ഥലം, അവൻ സുജൂദ് ചെയ്ത സ്ഥലം 40 ദിവസം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുമത്രേ. അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ നമസ്കാരവുമായി മാലാഖമാർ ആകാശ ലോകത്തേക്ക് ഉയരുന്ന ആ സ്ഥലങ്ങളെല്ലാം അവന് വേണ്ടി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്കരിച്ചു കൊണ്ടേ ഇരിക്കുമ്പം നമ്മുടെ നമസ്കാരവുമായിട്ട് മലക്കുകൾ ആകാശത്തേക്ക് പോകും. ആ പോകുന്ന വഴിയുണ്ടല്ലോ, ആ റൂട്ട്, ആ ബൈപ്പാസ്, അവരെല്ലാം കരയുമെന്ന്, ഈ ചങ്ങാതി മരിച്ചു പോയല്ലോ എന്ന്. ആ റൂട്ട് തന്നെ കരയുമെന്ന് അവർക്കത്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളൊരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നൽ അബ്ദ ഇദാ സ്വല്ലാ ഫീ അവ്വലിൽ വഖ്തി സഅദത് ബിഹാ ഇല സമാ വലഹാ ലൗഉൻ വനൂർ.
ആരെങ്കിലും പ്രഥമമായ സമയത്ത് നമസ്കരിച്ചാൽ ബാങ്ക് വിളിച്ച ഉടനെ ആ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നമസ്കരിക്കണം. അതിന്റെ പ്രഥമ ഘട്ടത്തിൽ തന്നെ നമസ്കരിക്കണം. അങ്ങനെ അവ്വൽ വഖത്ത്, ആ വഖത്ത് തീരുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ സഅദത് ബിഹാ ഇലാ സമാ, ആ നമസ്കാരവുമായി മാലാഖമാർ ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. വലഹാ ലൗഉം വനൂർ, പ്രകാശമാനമായിരിക്കും ആ നമസ്കാരം. അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അടുത്ത് നിൽക്കുന്ന മലക്കുകളൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി അവന് സ്വാഗതം ഓതുമെന്നാണ്. അതാണ് ഈ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവരെ സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ നമസ്കാരം അവന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ആ ശുപാർശയുടെ പേരിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. നാളെ ഈ വ്യക്തി മരണപ്പെട്ടാൽ ഇവന്റെ നാളെ സങ്കേതം സ്വർഗമാണ്. ആർക്കത്? നമസ്കാരത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ നമസ്കരിക്കുന്നവൻ. തുടക്കത്തിൽ നിസ്കരിച്ചോണം, ബാങ്ക് വിളിച്ച ഉടനെ പോയിട്ട്. ബാങ്ക് വിളിച്ച ഉടനെ ഇക്കാമത്തെന്നല്ല അതിൻ്റെ അർത്ഥം. അവ്വൽ വഖത്തുണ്ടല്ലോ, ആദ്യത്തെ സമയം, ആ ആദ്യത്തെ സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കണം. ബാങ്ക് വിളിച്ചല്ലേ ഉള്ളടേ, സമയമുണ്ട്, നമുക്ക് ഇനിയിപ്പോട്ട് പിന്നെ നിസ്കരിക്കാടേ. അങ്ങനെ അല്ല, അങ്ങനെ പോയാൽ ഈ കിട്ടൂല, ഈ ഒരു ക്വാളിറ്റി കിട്ടൂല. അപ്പൊ ആ നമസ്കാര സ്വർഗത്തിലേക്ക് കയറുമ്പോ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് വിളിച്ചു പറയും, എന്നെ നീ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും സൂക്ഷിക്കട്ടെ. അങ്ങനെ പറയും, എന്നെ നീ സൂക്ഷിച്ചതുപോലെ അള്ളാഹു എന്നെ സൂക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ആ നമസ്കാരം കൊണ്ടുപോകുന്ന സ്ഥലവും ഇവന് വേണ്ടി കരയുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാൽ 2 റക്അത്ത് നിസ്കരിച്ചോണം ഇൻഷാ അല്ലാഹ്. ഇനിയെങ്കിലും ഇത്ര നാൾ പോട്ടെ. നിങ്ങളിനി കറങ്ങാൻ പോയി, വിനോദസഞ്ചാരത്തിന് പോയി, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, മാന്നാർ എല്ലായിടത്തും പോയെന്ന് വെച്ചോളി. അവിടെ അങ്ങ് പള്ളി കണ്ടില്ല എങ്കിലും നിസ്കാരം കള്ളാക്കിയിട്ടുള്ള കറക്കം വേണ്ട. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ നോക്കി, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് കിബില നിർണയിച്ച് പെട്ടെന്ന് നിസ്കരിക്കണം. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം, നിർബന്ധമാണ്. നിസ്കരിക്കാത്ത കറക്കമൊന്നും അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. നിസ്കരിക്കാത്ത കറക്കം അല്ലാഹ് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങളും സൂക്ഷിക്കണം, പുരുഷന്മാരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ഭവനമെന്ന് വയ്ക്കുമ്പോൾ പെണ്ണുങ്ങൾ വിചാരിക്കുക അള്ളാഹിൻ്റെ വല്ല പള്ളിയെക്കുറിച്ച് പറയല്ലേടി സൂറ, നമുക്കെന്തിനാടി പോകുന്നത്, നമുക്കുള്ള സമയം ഇരുന്ന് സീരിയൽ കാണാടി, അതെന്തിനാടി കള്ളാക്കുന്നത്, വെറുതെ ആവശ്യമില്ല. അത് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ചും കുറേ കളന്മാരെ കുറിച്ച് ഉസ്താദ് പറഞ്ഞിട്ട് നമുക്കെന്താ. അങ്ങനെയാണ് നമ്മുടെ പെണ്ണുങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇടി കിട്ടുമ്പോൾ അവക്കൂടെ ചേർത്ത ഇടി കിട്ടുന്നുള്ള കാര്യം. കാരണം അവളുടെ കെട്ടിയവനായിരിക്കും പള്ളി കമ്മിറ്റിക്കാരെ. ഇപ്പം അയാൾക്ക് കിട്ടുന്ന ഇടിയുടെ അംശം ഇവക്ക് കൂടെ ഉണ്ടാവും, ഓഹരിയാണ്. അതിപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ട് എൻ്റെ പൊന്നു നിങ്ങൾ ഈ പണിക്ക് പോലെ എന്ന് പറയാൻ ഇവൾ ഈ പ്രസംഗം കേൾക്കൽ നിർബന്ധമാണ്. അവർ കേൾക്കണമല്ലോ ഇത് കേട്ടിട്ട്. ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നാളെ റഹ്മാനായ റബ്ബെ, നിങ്ങൾ നാളെ ആഖിറത്തിൽ അവിടെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന രംഗം എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ പൊന്നു നിങ്ങളെ കൊണ്ട് അള്ളാഹെ ഭയപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വഹിക്ക്, ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇഞ്ഞ് മാറി നിൽക്കുക. അത് പറയിക്കണമെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ സഹോദരിമാർ, പെണ്ണുങ്ങൾ, ഭാര്യമാർ പറയുന്നതല്ലേ കേൾക്കുള്ളൂ എന്ന് ഭർത്താക്കന്മാർ അവർ പറയുന്നതല്ലേ കേൾക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഖിയാമത്ത് നാൾ അടയാളാണ്. ഭാര്യമാർ പറയുന്ന വാക്ക് ഭർത്താവ് കേൾക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരുടെ വാക്ക് കേൾക്കരുത്. ഞാൻ പറഞ്ഞ വാക്കല്ല, എന്നോട് ദേഷ്യപ്പെടല്ലേ, എൻ്റെ പൈസ ചോദിക്കുമ്പോൾ തരാതെ ഇരിക്കില്ലേ എൻ്റെ പൊന്നു പെങ്ങളെ. ആകപ്പാട് ഞങ്ങളെ വലിയ പ്രത്യേകിച്ച് ചങ്ങാതിമാർ, കൊച്ചു പിള്ളേർ 1000 രൂപ വെച്ച് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുമ്പം പറയണ്ടേ നമുക്ക് കാര്യങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവിനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എന്താ അലിയോട്? പെണ്ണുങ്ങൾ പറയുന്ന വാക്കൊന്നും, ഭാര്യമാർ പറയുന്ന വാക്കൊന്നും അലിയെ നീ കൂടുതൽ കേൾക്കൊന്നും വേണ്ട കേട്ടോ, അതിൽ നീ വശംബതയായി പോകരുത്. ഒരു ദിവസം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമ ബീവി പന കയറ്റി. അതുകൊണ്ട് ആ ഉണങ്ങിയ മടലിഞ്ഞു പറിച്ചെടുക്കാന്ന് പറഞ്ഞു. ഞാൻ മുകളിലോട്ട് കയറ്റി. അദ്ദേഹം മുകളിൽ കയറി ഉണങ്ങിയ മടലിൽ കയറി ഇങ്ങനെ പിടിച്ചു. ഫാത്തിമ പറഞ്ഞു, അയ്യോ അത് പിടിക്കല്ലേ, അത് ഈ പിടിക്കല്ലേ, അത് ഉണങ്ങിയതാണേ ഇക്കാ, അത് ഈ പിടിക്കല്ലേ എൻ്റെ പൊന്നുക്കാ, പിടിക്കല്ലേ. അടന്ന് വീടും, താഴേക്ക് വീടും. അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യയുടെ വാക്കിന് എതിരായിട്ട് ചെയ്യാവൂന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പിടിക്കുക തന്നെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അവൾ ഭാര്യമാർ പറയുന്ന വാക്കിന് എതിരായിട്ട് അക്സായിട്ട് ചെയ്യാവൂ.
വിപരീതമായിട്ട് ചെയ്യാവൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് മുൻതൂക്കം കൊടുത്തു. ആ ഉണങ്ങിയ മടലിൽ പിടിച്ചു, അത് അടർന്നു താഴെ വീണു. കൂട്ടത്തിൽ വലിയ ഒരു കരിനാഗം, പാമ്പും കൂട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറി ചുറ്റിയിരുന്ന ആ സാധനം. ഭാര്യ അതിനകത്ത് പിടിക്കരുതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവക്കെതിരെ പ്രവർത്തിക്കാൻ പറഞ്ഞു. പിടിച്ചു. അതിൽ പിടിക്കാതെ പച്ചയിൽ പിടിച്ച് കയറിയിരുന്നുവെങ്കിൽ ആ കരിമൂർക്കൻ അലി റളിയല്ലാഹു അൻഹു കൊത്തുമായിരുന്നു. അതിനകത്ത് ഒളിച്ചിരുന്ന കരിമൂർക്കൻ അത് അടന്നു പോയപ്പോൾ ആ പാമ്പും താഴെ വീണു. ആര് പറഞ്ഞ വാക്കിനെ അപ്പോൾ സ്ഥാനം? നബി തങ്ങൾ പറഞ്ഞ വെറുതെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? അല്ല. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം, നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പൊക്കെ വണ്ടി എടുത്തിട്ട് പോലൊക്കെ ഇന്നലെ അപകടം കണ്ട് ഇന്ന് അപകടം നിന്ന് അപ്പോഴേ വണ്ടി എടുത്ത് പോയേക്കണം. പേടിച്ച് നീ പോവാതിരുന്ന വേറെ വണ്ടി വന്ന് നിന്നെ ഇടിക്കും, അത് ഉറപ്പാണ്. അതെ, സംശയമില്ല. നമ്മൾ വിചാരിക്കുക ഞങ്ങൾ വണ്ടി എടുത്ത് പോയാലുള്ള അപകടം ഉണ്ടാവുള്ളൂ എന്ന്. വീട്ടിൽ ഇരുന്നാൽ എന്താ അവിടെ ഉണ്ടാവില്ല. എത്രയോ പേര് വീട്ടിൽ വന്നിട്ട് ഈ സാധാ മുക്കിൽ കടയിൽ പോയിട്ട് പപ്പടം വാങ്ങാൻ അങ്ങോട്ട് പോകുമ്പം ബൈക്ക്, ഓരോരുത്തന്മാർ ബൈക്ക് പിന്നെ മലക്കുൽ മൗത്ത് പോകുന്നതിൻ്റെ സ്പീഡിനേക്കാൾ വരുന്നത്. 3-4 പേരെയും വെച്ചുണ്ട്. എന്താ പോക്ക് പഠിച്ചോന്. അത് മതിയല്ലോ, എൻ്റെ സൈഡിൽ നിന്നാൽ മതിയല്ലോ, കാറ്റടിച്ചാൽ മതിയല്ലോ നീ വടിയാവാന്. അപ്പം വീട്ടിൽ നിന്ന് പപ്പടം വാങ്ങാമെന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എത്രയോ സംഭവങ്ങളുണ്ട്. രാവിലെ അവൾ പറഞ്ഞത് ഇക്കാ പോവല്ലേ ഇക്കാ, നിന്റെ വാക്ക് കേട്ട് ഞാൻ പോവാതിരുന്നു തന്നെ ഇപ്പൊ തന്നെ സംഭവിച്ച കണ്ട. അങ്ങോട്ട് 2 കാലിൽ നടന്നുപോയി, തിരിച്ച് പപ്പടമായിട്ട് 1.5 കാലിൽ കയറി വരുന്ന സംഭവം. നിന്റെ വാക്ക് കേട്ടതായി കുഴപ്പം. ഇതങ്ങൾ പറഞ്ഞ വാക്കല്ല, ഞാനിങ്ങനെ ഒരു നർമ്മത്തോടുകൂടി പറയുന്നെങ്കിലും അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കല്ലേ എന്നും പറഞ്ഞ് പറ്റിയ അവളെ അങ്ങോട്ട് തഴയണ്ട കേട്ടോ. നമ്മൾ പറ്റിയ അങ്ങോട്ട് തഴയണ്ട. ചില വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, ഇത്രയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ പറ്റ ഭാര്യ പറയുന്ന ഒന്നും സ്വീകരിക്കാതെ അങ്ങനെ അങ്ങോട്ട് വിടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്കൊന്നും വകവെച്ചു കൊടുക്കില്ല. പിന്നെ അങ്ങോട്ട് കൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെയും കുറച്ചുകൂടെ അങ്ങോട്ട് കൂട്ടും അങ്ങോട്ട് പറച്ചില്. ഇപ്പൊ ആയിഷ ബീവി തന്നെ മനസ്സിലാക്കും, ഞാൻ പറഞ്ഞാന്ന് കേൾക്കുന്ന ലക്ഷണമൊന്നുമില്ല, എന്നെക്കാൾ നല്ല മിണ്ടായിരിക്കുന്ന തന്നെയാണ് ഖൈർ. പിന്നെ മിണ്ടൂല. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയുന്നത് ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെടില്ല. ആയിഷ ബീവിക്ക് എന്നല്ല, എന്താ പറഞ്ഞാൽ അന്നത്തെ വികലമായ ചിന്താഗതി അത് അവർക്കല്ല. ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ. മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പിടിക്കൂല. വേറൊരു ഭാര്യയെ കുറിച്ച് നമ്മുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞാൽ പിടിക്കുമോ? അങ്ങനെ പിടിക്കൂല. അതാണ് എന്നതുപോലെ തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് ആയിഷ. പക്ഷെ എന്നാലും ആയിഷ ബിയുടെ വാക്ക് കേൾക്കാൻ നബി തങ്ങൾ ഇഷ്ടമല്ല, തിരിച്ചങ്ങോട്ട് അടിച്ചു കൊടുക്കും. സ്നേഹത്തിനൊരു കുറവും വരുത്തൂല കേട്ടോ, അത് വേറെ. സ്നേഹത്തിന് ഒരു കുറവും അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് കാട്ടിയിട്ടേ ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 12 ഭാര്യമാരിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് കന്യകയായിട്ടുള്ളത് ആയിഷ ബീവിയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് എല്ലാ ഭക്ഷണത്തെക്കാളും സരീദ് എന്ന് പറയുന്ന ഒരു സൈസ് മാംസത്താലുള്ള ഒരു ഭക്ഷണമുണ്ട്, അതിനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതേപോലെയാണ് എല്ലാ ഭാര്യമാരെക്കാളും എനിക്ക് ആയിഷയോടുള്ള ഇഷ്ടം, അതേപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ് ഖൈറു നിസാഇഹാ ഖൈറു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജ. സ്വർഗത്തിലെ ശ്രേഷ്ഠയായ വനിതകൾ അത് ഖദീജയാണ്, ഖദീജയാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതിനെല്ലാം വിപരീതമായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചടിക്കുമായിരുന്നു. എന്നാലോ സ്നേഹത്തിനോ കുടുംബജീവിതത്തിനോ ഒരു കുറവും വരുത്തിയിട്ടില്ല. പെട്ടെന്ന് ചിരിക്കുകയും സോപ്പിടുകയൊക്കെ ചെയ്യും. നബി തങ്ങളുടെ ശൈലി എങ്ങനെയാണ്? നമ്മൾ ദേഷ്യപ്പെട്ട ഒരു ഒടുക്കത്തെ ദേഷ്യം, പിന്നെ പരിസരത്ത് പോലും പോകില്ല. അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നായിരിക്കും. അത് നല്ലതാണ്. വരുമോ ഇല്ലയോ എന്നറിയാം, നമുക്കൊന്ന് നോക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പണ്ടൊക്കെ വരുമായിരുന്നു, ഇപ്പം വരൂല. കാരണം എന്താ? ജെക്സ്പെയറായില്ല, ജെക്കൊണ്ട് എന്താ ഫായതയുള്ള. ഇവിടെ വേറെ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് സമാധാനം സാന്ത്വനം തരാനുണ്ട്. അതൊക്കെ പണ്ട് പെണ്ണുങ്ങളെ വെറുപ്പിക്കാനും നിൽക്കണ്ട, സോപ്പിട്ട് നിന്നോ സംഭവം. എല്ലാം ഇറങ്ങി ഇവിടെ മുസ്ലിയാരുടെ പെണ്ണും പിള്ളേരെ വിളിച്ചു കൊടുന്നു. എന്തോ സഹിക്കാൻ പറ്റും, സഹിക്കാൻ വയ്യാതെ പേടിയായി. ഇപ്പോൾ വാതിന് പോകാൻ തന്നെ നമുക്ക്. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആളവിടെ ഉണ്ടോ ഇല്ലോ നമുക്ക് അറിയില്ലല്ലോ സംഭവം. ഒളിച്ചോട്ടം ഇതിൻ്റെ ഒളിച്ചോടുന്ന എന്തോ ഒരു പ്രത്യേക രസം പോലെയാന്ന് തോന്നുന്നു സംഭവം. ഒളിച്ചോടുന്ന രസം പോലെയാന്ന് അങ്ങനെ ആയിരിക്കും. ഇന്നത്തെ ഹിജ്റ എന്ന് കേട്ടിട്ടേ ഉള്ളൂ സംഭവം. ആ മൊയ്ലിയാർ പാവ വാട്സപ്പിനകത്ത് എന്ത് വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ പെണ്ണുമ്പോൾ എൻ്റെ പൊന്നാരും മോനും കൊണ്ടുപോയി. അല്ല ഇതെവിടെ സംഭവം? എന്താ കഷ്ടം ഒന്ന് ആലോചിച്ചോ. കഷ്ടം. പള്ളിയിലൊക്കെ കിടന്ന മുസ്ലിയാക്കന്മാരെന്ന് കഷ്ടപ്പെട്ട് ചെറിയ ശമ്പളവും വാങ്ങി, അള്ളാഹുവേ
വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുമ്പോൾ മസാല ദോശയും മേടിച്ചുകൊണ്ട് പോകും തിന്നാൻ. പോകുമ്പോൾ ഓളവിടെ കാണില്ല, സംഭവം പോയി ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ. മസാല ദോശ ഒറ്റയ്ക്കായിട്ടുണ്ട് അവിടെ തിന്നുക, എല്ലാവരും എന്ത് ചെയ്യുക? ഹാല അങ്ങനെ അവസ്ഥ. അത്രയ്ക്ക് എന്താ ഈ അതപ്പതന്നെ എന്ത് കൊണ്ടായി ഈ ഒളിച്ചോടി ഓടുന്ന എന്താന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല പഠിച്ചവനറപ്പ്. ഇതെന്താ രസമോ, എന്ത് സംഭവിച്ചെന്നറിയില്ല. ചുമ്മാ ഇത്ര പ്രസംഗത്തിനുള്ള കുറവുണ്ടാ? എന്താ പ്രസംഗം വാളിന് പോവാന്നും പറഞ്ഞ് ഇറങ്ങി വന്ന് ഒളിച്ചോടി പോകുന്നു. അതാ രസം. വാളിന് പോവാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, തിരിച്ച് ആളിനെ കാണില്ല. അതിന് പെണ്ണുങ്ങളെ ഒന്ന് വാളിനെ വിളിച്ചിട്ട് വരണ്ട, അവരവർ വീട്ടിൽ ഇരുന്നോട്ടെ. ഏറ്റവും നല്ല ഹൈറായ കാര്യം അത് തന്നെയാണ്. പക്ഷെ എന്താ ഇത്രയും പ്രസംഗിച്ചിട്ട് ഒരു മാറ്റം ഇല്ല. അതാണ് ഭയങ്കര വിഷമം വരുന്നത്. എന്താണെന്നറിയില്ല സംഭവം. നമ്മളിപ്പോൾ മൊയിലിയാരായിപ്പോയില്ല, നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ പരിശോധിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായി ഒളിച്ചോടുന്ന ഇത്? ഒളിച്ചോടി നോക്കിയാലേ പരിശീലിക്കുക ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒളിച്ചോടാൻ പറ്റുമോ? അമ്മക്ക് പോയിട്ട് എന്താ സംഭവം അറിയില്ല. അള്ളാഹു അല്ല, ഇത്ര പ്രസംഗം കേട്ടിട്ട് ആളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, പോക്കിനൊരു കുറവില്ല. അതാരും തരുന്ന ഈ മിഠായി കിട്ടായി ഒന്നും വാങ്ങി കഴിക്കരുത്. ആരെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്കെ കൊണ്ടുതരുന്ന അപരിചിതരായ ആളുകൾ തരുന്ന ഭക്ഷണം, അതിനകത്തൊക്കെ ചില ഹിക്മത്തുകളൊക്കെ പ്രയോഗിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ചിലപ്പം സ്വാഭാവികമായിട്ട് വീണു പോകാം. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനമൊന്നും തിന്നരുത്. ഐ ലവ് യു മൈ ഡാർലി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബിസ്ക്കറ്റ് കൊണ്ട് തരുമ്പോൾ അത് മുക്കാ കണ്ട റോഹിംഗ്യയിൽ കിടന്ന് പട്ടിണി കിടന്ന് വന്ന് തിന്നുന്ന പോലെയാണ് തിന്നുന്നത്. പിന്നെ അവൻ പറയുന്ന വഴിയിലേ ഇവള് സഞ്ചരിക്കുകയുള്ളൂ. സാധനം അതിനകത്തകത്തായിപ്പോയി സംഭവം. പിന്നെ എത്ര ഹദീസ് ഓതിയിട്ടും കാര്യമില്ല, ആയത്തെക്കുറിച്ച് ഓതിയിട്ടും കാര്യമില്ല സംഭവം. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോ, നല്ലത്. ആവശ്യമില്ലാത്ത ആരും തരുന്ന മിഠായി ഒന്നും കാര്യം. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ കൂട്ടുകാരികൾ സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കുന്ന മിഠായികളൊന്നും വാങ്ങി തിന്നാൻ സമ്മതിക്കല്ലേ. കുട്ടികളുടെ അടുത്തൊക്കെ പറയണം, അത് വീട്ടിലേക്ക് കൊണ്ടുതരാൻ പറയണം. കൊണ്ടുവന്നിട്ട് നിങ്ങളത് വാങ്ങിയേക്കണം, അത് കൊടുക്കരുത്. വെറുതെ പറഞ്ഞൊന്നുമല്ല സംഭവം. ഇതൊക്കെ വലിയ ഹിക്മത്തുകളാണ്. ഇതൊക്കെ നിങ്ങൾ അതിനകത്തൊക്കെ ഇച്ചിരി ആയത്തൊക്കെ ഓതുന്ന പോലെ വേറെ ആൾക്കാർ അവരുടേതായ ആയത്തുകളൊക്കെ ഉണ്ട് സംഭവം. ശൈത്താൻ അള്ളാഹ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ. ശൈത്താൻ അങ്ങനെ അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ഹദീസ് ആയത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് സൂക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പെൺകുട്ടികളൊക്കെ പോകുന്നത്. അതല്ലെങ്കിൽ ഇത്രയും നല്ല ചന്തയുള്ള മുഞ്ചുള്ള പെണ്ണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോ അത് ഈ പോകുന്നതിൻ്റെ സൈസ ഒരുമാതിരി ആക്രിയുടെ കോലത്തിൽ ഒരു തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് വണ്ടിയുടെ മൽകാട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലത്തെ സാധനം. എൻ്റെ കണ്ണൊക്കെ തെളിട്ട് മൂന്നാം പാത്തി കഴിഞ്ഞ് കവർന്നാന്ന് എഴുന്നേറ്റ് വന്ന പോലത്തെ സാധനം. ഇവളെ കണ്ടാലോ സ്വർഗത്തിലെ ഹൂർലിയെ പോലുള്ള സാധനം. എങ്ങനെ യോജിക്കുക അള്ളാഹുവെ, പടച്ചവനെ അലുവായി മത്തിക്കറിയും പോലെ. എങ്ങനെ ഇത് യോജിക്കുമെന്ന് പറയാം, എങ്ങനെ യോജിക്കും, എങ്ങനെ ഇവക്ക് എന്തത് ഇത്ര ഇഷ്ടപ്പെടുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല റഹ്മാനെ. ഒരു പിടുത്തവും ഇല്ല സംഭവം. ഇല്ലേ അങ്ങനെയല്ല, നമ്മൾ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ കാണുന്ന സംഭവം. അള്ളാഹു അല്ല, ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അള്ളാഹു അല്ല, ഇതേ നമുക്ക് അറിയുള്ളൂ സംഭവം. എന്താ എൻ്റെ ഹഖീഖത്ത്? അള്ളാഹു അല്ല, സംഭവം അങ്ങനെ തന്നെയാണ്. ഹൈർ പോകുന്നേ പണ്ടാരം നല്ല ഒരെണ്ണത്തിൻ്റെ കൂടെ പോകും, അതുമില്ല. അതല്ലേ ഇത് രസം. എല്ലാം നോക്കുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ് സാധനം. ഹൈർ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം. ദുആ അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ആത്മാർത്ഥമായുള്ള ദുആ ആണ്. ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പിഴച്ചു പോലെ തീർന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് അവരെ സംരക്ഷിക്കുമാറാകട്ടെ, അവരെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് വാ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമസ്കാരം നമ്മൾ നിലനിർത്തണേ. ആ നമസ്കരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് വേണ്ടി നാളെ ദുആ ചെയ്യും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മസ്ജിദു ബൈതു കുല്ലി തഖീ. ഓരോ സത്യവിശ്വാസിയായ, മതബോധമുള്ള, മതഭക്തനായ, ഭയഭക്തിയായ സത്യവിശ്വാസിയുടെ സങ്കേതമാണ് മസ്ജിദ്. അല്ലാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ ബൈതു കുല്ലി തഖീ, അല്ലാഹയെ ഭയപ്പെടുന്നവന്റെ ഭവനമാണ്, സങ്കേതമാണ്, വീടാണ്. അതാണ് അല്ലാഹുവിന്റെ മസ്ജിദ് എന്ന് പറയുന്നത്. ഇന്നൽ മസാജിദ തുളീഉ ലിഅഹ്ലി സമാ കമാ തുളീഉ നുജൂമു സമാഇ ലിഅഹ്ലിൽ അർളി ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമുഖത്തുള്ള മസ്ജിദുകളുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള മസാജിദുകളുണ്ടല്ലോ, തുളീഉ ലിഅഹ്ലി സമാ, ആകാശത്തുള്ള മാലാകമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നു അത്രേ. ഇതേപോലെ ആകാശത്തുള്ള
നക്ഷത്രക്കൂട്ടങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം പകർന്ന് തരുന്നത് പോലെ ആകാശത്തിലുള്ള മാലാഖമാർക്ക് വെളിച്ചം പകരുന്നത് ഭൂമിയിലെ മസ്ജിദുകളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നമുക്കെങ്ങനെ വെളിച്ചം കിട്ടുന്നു? ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങി നോക്കിയാൽ ആകാശത്ത് നിന്ന് താരകങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന വെളിച്ചം പോലെ ആകാശത്തിലുള്ള മാലാഖമാർക്കും ആകാശത്തിലുള്ളവർക്കും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം മസ്ജിദുകളാണ്, മസ്ജിദിന്റെ ഖുബ്ബകളാണ്. അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചമാണത്. മനസ്സിലായോ? അപ്പോൾ മസ്ജിദിന്റെ പ്രത്യേകത, ആകാശത്ത് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഭവനമാണ് നമ്മുടെ മസ്ജിദ്. നമുക്ക് നോക്കുമ്പോൾ ജലന്തി വല പിടിച്ചിട്ട് അതൊന്നും തുടയ്ക്കാനും എടുക്കാനും പോലും ഒരു മനുഷ്യയില്ല. അതാണ് ആകാശത്ത് വെളിച്ചം പകർന്നു. അള്ളാന്റെ വീടിനോടുള്ള ഉത്തരവാദിത്തം ഞാനും നിങ്ങളും. മുസല്ലയിലെ പൊടിയൊന്നും നീക്കം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. പള്ളിയിലൊക്കെ പോയി നോക്കൂ, ഓരോ പള്ളികളിലെ മുസല്ല പായി പിന്നെ കീറിയിട്ട് ആളുകൾ നടന്നു പോകുമ്പോൾ തട്ടി വീഴുകയാണ്. അതിൽ തട്ടിയിട്ട് വീഴുന്നു. അതെന്നെടുത്ത് മാറ്റിയിട്ട് പുതിയൊരു പാ വാങ്ങിയിടാൻ ഒരു മനുഷ്യനില്ല. അതവൻ ചിന്തിക്കണം. ഇതൊക്കെ ഈ പള്ളി നാളെ പ്രാഗോ റബ്ബിന്റെ മുന്നിൽ. കാരണം ആകാശത്ത് വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ടോർച്ചാണിത്. ആ പള്ളിയുടെ ആന്തരികമായ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ചിന്തിച്ചു നോക്ക്, ആരാണ് ഇതിനെ സംരക്ഷിക്കുന്നത്? ആരാണ് ഇതിന്റെ ഉത്തരവാദികള്? നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൽയകുൻ ബൈതഹു മസ്ജിദാ. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഒരു നാട്ടിലേക്ക് ഗവർണറായി പോകുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹേ സഹോദരാ, നിന്റെ വാസസ്ഥലം അല്ലാഹുവിന്റെ മസ്ജിദിലായിക്കൊള്ളട്ടെ. ഫൽയകുൻ ബൈതഹു മസ്ജിദ, നിന്റെ വീട് മസ്ജിദാക്കി മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും മസ്ജിദുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം. ഗവർണർ പദവിയായിട്ട് ഏറ്റെടുത്ത് പോവുകയാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹു. ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, നീ ആ മസ്ജിദ് വീട് പോലെ കാണണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വീട് നമ്മളെ ശുദ്ധീകരിക്കുന്നവരാണ്, വീടിനെ നമ്മളെ വൃത്തിയാക്കി വെക്കുന്നവരാണ്. കൂടുതൽ സമയം വീട്ടിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് നൽകുകയാണ്, അവർക്ക് നൽകുന്ന ഉപദേശമാണ്, നീ നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നത് പോലെ അല്ലാഹുവിന്റെ മസ്ജിദിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവ് ചെയ്യണേ. കൂടുതൽ സമയം അള്ളാന്റെ വീട്ടിൽ, എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മൾ മസ്ജിദിൽ ചെലവ് ചെയ്യുന്നത്. എല്ലാ ആക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തിരിഞ്ഞാ ചെയ്യുന്നത്. ആരാ? നിസ്കാരം ഒന്ന് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. നമസ്കാരം ഒന്ന് കഴിഞ്ഞാൽ അപ്പഴേ ഇറങ്ങി ഓടുകയാണ്. സുന്നത്ത് നിസ്കാരം പോലുമില്ല. എത്ര സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ദിക്റും ചൊല്ലി ദുആയിക്കിരിക്കും. ദിക്റും ദുആയും കഴിഞ്ഞ പാടെ ഒറ്റ ഓട്ടാണ്. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ആര് നിസ്കരിക്കുന്നു? ഇശാ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ളുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ളുഹർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. എന്ന് പറഞ്ഞാല് വാജിബിനോട് അടുത്ത സുന്നത്താണിത്. ഇത് നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങളത് ഖളാ വീട്ടുകെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 12 റക്അത്ത് കൊണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നാളെ സ്വർഗം കൊണ്ട് നിങ്ങളെ സഹായിക്കാം. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ഏതൊരു സഹോദരൻ എന്നെ സഹായിക്കുന്നുവോ, ഏതൊരു സഹോദരി എന്നെ സഹായിക്കുന്നുവോ, അൽമനു ലഹും ബിൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് നമസ്കാരം, ളുഹറിന് ശേഷം 2 റക്അത്ത് നമസ്കാരം, മഗ്രിബിന് ശേഷം 2 റക്അത്ത് നമസ്കാരം, ഇശാഇന് ശേഷം 2 റക്അത്ത് നമസ്കാരം. ഈ 12 റക്അത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ നാളെ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കാമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. എവിടെ നിസ്കരിക്കുന്നു? ഞാൻ എത്രയോ പള്ളി നിസ്കരിക്കാൻ പോകുന്നു. നിസ്കാരം ഫർള് നിസ്കാരം കഴിഞ്ഞു അപ്പോഴേ പമ്പ് അടക്കുന്ന ആളുകൾ. ഞാനൊക്കെ പള്ളിയിലെ ഉസ്താദന്മാരുടെ ഞാൻ പറയും, ഉസ്താദേ നിങ്ങൾ ഇത്രയും സമയം ഇവിടുന്ന് ദിക്ർ ചൊല്ലിപ്പിച്ച് ദ്വാരപ്പിച്ച് വിട്ട് ആളുകളെല്ലാം എഴുന്നേറ്റ് പോയി. ഈ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള മുഅക്കദായ സുന്നത്ത് നിസ്കരിച്ചോ എന്ന് അവരോടൊന്ന് ചോദിച്ചോ.
ഇശാ നിസ്കാരം വിത്ർ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു. വിത്ർ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മല്ലം യൂത്തിർ ഫലൈസ മിന്നാ. വിത്ർ നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല. വിത്ർ നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല. ഇശാ നമസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞ് 3 റക്അത്ത് നിങ്ങൾ വിത്ർ നമസ്കരിക്കണേ. ആ വിത്ർ നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര് വിത്ർ നിസ്കരിക്കുന്നു? എത്ര പേര് വിത്ർ നിസ്കരിക്കുന്നു? ചിന്തിച്ചു നോക്ക്. അല്ല നിസ്കാരം, ഫർള് നിസ്കാരം. ഈ ഫർള് നിസ്കാരത്തിൽ വന്ന കോട്ടങ്ങൾ പരിഹരിക്കാനാണ് ഈ സുന്നത്ത്. ഇപ്പൊ ഫർള് നിസ്കാരം അങ്ങ് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. അതിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാനാണ് ഈ സുന്നത്ത്. 4 പുതിയ ടയറാണ് വണ്ടിയിൽ കിടക്കുന്നത്, എന്നാലും പഞ്ചറാകും. അതുകൊണ്ട് തന്നെ ഒരെണ്ണം നമ്മൾ സ്റ്റെപ്പിനാക്കി വെക്കുന്നത്. 4 ടയർ ഫർള്, 1 ടയർ സുന്നത്ത് വെച്ചേക്കാണ്. എന്തിനാണെന്നറിയാം? അത് പഞ്ചറായത് അങ്ങോട്ട് കയറ്റിയിടാൻ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ. അതിനാണ് സംഭവം. അല്ലെങ്കിൽ ഇത്രയും വലിയ വിലപിടിപ്പുള്ള വണ്ടിക്ക് 5 ടയർ എന്തിനാ സംഭവം? അതിന്റെ ആവശ്യം എന്താ? അപ്പൊ അതുകൊണ്ട് ഇത് സുന്നത്താണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. നാളെ ആഖിറത്തിൽ നമ്മുടെ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അള്ളാഹു മലക്കളോട് ചോദിക്കും, അല്ല ആ ഏടെടുത്ത് ചോദിക്കേ, സുന്നത്ത് വല്ലതും ഉണ്ടോന്ന് നോക്കിയേ, സുന്നത്ത് വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. നോക്കുമ്പോൾ സുന്നത്തല്ല, അള്ളാഹ് ഒളിച്ചോട്ടമാണ്. ഫർള് കഴിഞ്ഞ ഉടനെ ഓട്ടവാ, മൊത്തം ഓട്ടം. സീഡിക്കകത്തുള്ള കാണിച്ചു കൊടുക്കും. നിസ്കാരം കഴിഞ്ഞ പാടെ ഓടുകയാണ്. പിന്നെ എവിടെ സുന്നത്തുള്ള? അള്ളാഹുമായിട്ട് മലക്കൾ ആലോചിക്കും, എന്ത് ചെയ്യാൻ ഇപ്പൊ ഇവനെ ആ 2 പൊട്ടീര് കൊടുത്തിട്ട് കയറ്റി വിടും. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? പൊട്ടീര് ചെറിയ പൊട്ടീരൊന്നുമല്ല, ഒരെണ്ണം കിട്ടിയാൽ തീർന്നു സംഭവം. നമ്മള് അതിൻ്റെ 60-30 വർഷം വരെ കാണാം. അള്ളാഹ് ഹത്തിരസിക്കട്ടെ പഠിച്ചവനെ. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം മുടക്കണ്ട, അത് കയ്യോടെ അങ്ങ് എടുത്തോളി. സുന്നത്ത് നിസ്കാരം അല്ല, നിസ്കാരത്തിൻ്റെ ഫർള് അതിൻ്റെ പരിഹാരങ്ങൾ കാണാൻ ഈ സുന്നത്ത് നിസ്കാരമാണ്. ഈ 12 റക്അത്ത് സുന്നത്ത് ആര് നിർവഹിക്കുന്നു, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് ജാമ്യം നിൽക്കാം. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്.